കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ 9ാം ദിവസവും ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നദിയിൽ നേരത്തെ സിഗ്നൽ ലഭിച്ച പ്രദേശത്ത് തന്നെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എങ്കിലും നേരത്തെ ഈ ചായക്കട അടക്കം പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്ന പ്രദേശത്തെ മണ്ണ് അടക്കം നീക്കം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അതിനായി ബൂം എക്സ്കവേറ്റർ അവിടെ എത്തിച്ചു. ഇപ്പോൾ പ്രദേശത്ത് ഈ ദുരന്ത സ്ഥലത്ത് തന്നെ എക്സ്കവേറ്റർ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ആരംഭിക്കാൻ പോകുന്നത്. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അഭിലാഷേ, ഓരോ ദിവസവും പ്രതീക്ഷയുടെ ദിവസമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ലോറി എവിടെ എന്ന ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നു. കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഇവിടെ എത്തുന്നു. എന്തായാലും ഈ ബൂം എക്സ്കവേറ്റർ ഇപ്പോൾ ആ പ്രദേശത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. പ്രധാനമായും 20 മീറ്റർ വരെ ദൂരത്തിലുള്ള മണ്ണ് കരയിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പുഴയിലെ മണ്ണ് ഇത്തരത്തിൽ നീക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ്. നമ്മൾ അല്പം മുമ്പ് കണ്ടതാണ് ഈ ബൂം എക്സ്കവേറ്റർ ഇതുവഴി കടന്നു പോകുമ്പോൾ വലിയ തോതിൽ അതിനെ സ്വീകരിക്കുന്നതും മാത്രമല്ല ഇത് വരുന്ന വഴിക്കെല്ലാം ഒരുപാട് ആളുകൾ ഇതിനെ വഴിയൊരുക്കി കൊടുക്കുന്ന സാഹചര്യവും അത്തരത്തിൽ വൈകാരികമായ ഏതായാലും വലിയ പ്രതീക്ഷയുടെ ഒരു സമയം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഏതായാലും കാലാവസ്ഥ അനുകൂലമാണ്. ഇപ്പോൾ മഴ മാറിയ ഒരു കാലാവസ്ഥ തന്നെയാണ്. എന്തായാലും ഇന്ന് തന്നെ ലോറിയും അർജുനെയും ഒപ്പം ഇവിടെ നിന്നും കാണാതായ 2 കർണാടക സ്വദേശികളെയും കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. ആദ്യ നാളുകളിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുൻ ജീവനോടെ തന്നെ ഉണ്ടാകും, ലോറിക്കകത്ത് ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയാണെങ്കിൽ ഇപ്പോൾ അവസാനമായി ഒരു നോക്ക് അർജുനെ കാണണം എന്ന ഒരു ആഗ്രഹമാണ് ബന്ധുക്കളും ഒപ്പം തന്നെ സുഹൃത്തുക്കളും ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയുമായി കാത്തിരിക്കുകയാണ്. നമ്മൾ ഓരോ സമയത്തും ഇവിടെ ഈ തുടക്കം മുതൽ തന്നെ ഉണ്ടായ ഒരാളെന്ന നിലയിൽ അത്തരത്തിൽ വലിയ ആളുകളുടെ വൈകാരികമായ ഒരു പ്രകടനമായിരുന്നു നമ്മളിവിടെ കണ്ടത്. പല ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തനായും മറ്റും ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. അവരിവിടെ തമ്പടിച്ചാണ് ഇവിടെ ഈ അർജുൻ എപ്പോൾ കിട്ടുമെന്ന ഒരു വലിയ അന്വേഷണത്തിലുള്ള. ഏതായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ആ എക്സ്കവേറ്റർ അവിടെ പ്രവർത്തനം ആരംഭിച്ചാൽ നമ്മളെ അങ്ങോട്ട് കടത്തിവിടുമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ 2 കിലോമീറ്റർ ഷിരൂരിൽ തന്നെയാണ്. 2 കിലോമീറ്റർ ഈ സംഭവം നടന്നതിന് തൊട്ട് അടുത്ത് തന്നെയായുണ്ട്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. കരസേനയും നാവികസേനയും NDRF-ഉം പോലീസും ഫയർഫോഴ്സും എല്ലാ സേനകളും ഒന്നിച്ച് ഈ അർജുനായുള്ള ഒരു അവസാനഘട്ട തെരച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുണ്ട്. ഇന്ന് അർജുനെ കണ്ടെത്തും, ലോറി കണ്ടെത്തും. ഈ ഹെലികോപ്റ്റർ വന്നുള്ള നിരീക്ഷണം, പുഴയിലുള്ള നിരീക്ഷണം ഒക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതൊക്കെ സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കാൻ പറ്റുമോ അതൊക്കെ എത്തിച്ചുള്ള ഒരു തെരച്ചിലാണ് നടക്കുന്നത്. എന്തായാലും ഇന്ന് ഈ അർജുന്റെ വാഹനം ലോറി കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് അഭിലാഷെ ഇവിടുന്ന് പങ്കുവെക്കാനുള്ളത്. അതാണ് അർജുന്റെ വാഹനം കണ്ടെത്താൻ ഇന്ന് 9ാം ദിവസത്തെ ദൗത്യത്തിന് സാധിക്കുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എങ്കിലും അത് സൂചനകൾ മാത്രമാണ്, സാധ്യതകൾ മാത്രമാണ്. ദിവസങ്ങളായി നമ്മൾ ഈ കാത്തിരിപ്പിൽ തന്നെയാണ്. 9ാം ദിവസത്തിലേക്കും ആ കാത്തിരിപ്പ് നീളുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കുറച്ചുകൂടി ഊർജിതമായി തെരച്ചിൽ നടക്കുന്നു. കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആണ് നടക്കുന്നത്. നമുക്ക് സ്ക്രീനിൻ്റെ ഇടതുവശത്തായി കാണുന്നത് ഈ തെരച്ചിലിന് വേണ്ടി കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ബൂം എക്സ്കവേറ്റർ എത്തിച്ചതിൻ്റെ ദൃശ്യമാണ് കാണാൻ സാധിച്ചത്. 3 കിലോമീറ്റർ അപകട സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ മാറി ഈ വാഹനങ്ങൾ ഉൾപ്പെടെയെല്ലാം തന്നെ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപകട സ്ഥലത്തേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്നില്ല. അവിടെ എത്തിയ ബൂം എക്സ്കവേറ്റർ അവിടെ ചിലർ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവിടെ ഒരു സ്വീകരണവും ഒക്കെ ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ ബൂം എക്സ്കവേറ്റർ ഈ തിരച്ചിൽ നടത്തേണ്ട പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും. സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി കാണുന്നത് പുഴയുടെ ദൃശ്യങ്ങൾ ആണ്. ഭയാനകമായ അപകടമുണ്ടാകുമ്പോൾ അതിൽ വലിയ അളവിൽ മണ്ണ് ഈ പുഴയിലേക്ക് ഒലിച്ച് എത്തുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. അവിടെയാണ് ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് സംവിധാനം ഉൾപ്പെടെ സംഘം ഉൾപ്പെടെ ഒക്കെ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ, ആകാശ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു മൺതിട്ട രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും വലിയ പുഴ സാധാരണ കേരളത്തിലൂടെയൊക്കെ ഒഴുകുന്ന പുഴകളുടെ പോലുള്ള വീതിയല്ല. 400 മീറ്ററിൽ അധികമൊക്കെ വീതിയിൽ പല ഭാഗങ്ങളിലൂടെയും കടന്നു പോകുന്ന ഗംഗാവാലി പുഴയിൽ ആണ് ഇത്തരത്തിൽ മണ്ണ് എത്തിയത്. സാമാന്യം നല്ല താഴ്ചയുള്ള നദി കൂടിയാണ് ഗംഗാവാലി. അതിൽ ആണ്
ടൺ കണക്കിന് മണ്ണ് നിമിഷങ്ങൾ കൊണ്ട് എത്തിയത്. അങ്ങനെ പുഴയുടെ ജലനിരപ്പിന് മുകളിലേക്ക് പോലും ആ മൺതിട്ട ഉയർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മൺതിട്ടയിൽ പൂർണ്ണമായും പരിശോധന നടത്തുക എന്നത് അപ്രായോഗികമാണ്. അതിനാണ് റഡാർ സംവിധാനങ്ങൾ, സോണാർ സിഗ്നൽ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ സോണാർ സിഗ്നൽ ലഭിച്ച ഗംഗാവാലി നദിയുടെ ഭാഗത്ത് ആണ് കൂടുതലായും ഇപ്പോൾ തെരച്ചിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുക എന്നത് മാത്രമാണ് പ്രായോഗികം. അവിടുത്തെ മണ്ണ് കൂടുതലായി നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനം ആണ് ഇപ്പോൾ അവിടെ എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ബൂം എക്സ്കവേറ്റർ ദുരന്ത സ്ഥലത്തേക്ക് എത്തിച്ചത്. 60 അടി മുതൽ 80 അടി വരെ താഴ്ചയിൽ മണ്ണ് നീക്കം ചെയ്യാൻ പറ്റുന്ന യന്ത്രം ആണ് ഈ ബൂം എക്സ്കവേറ്റർ എന്നത്. അങ്ങനെ കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കും എന്നാണ് നേരത്തെ MLA ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തത്. ഒരേ സമയം തന്നെ പുഴയിൽ കൂടുതൽ ഊർജിതമായി തെരച്ചിൽ നടക്കുമ്പോഴും നേരത്തെ ചായക്കട അടക്കം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് തെരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. 9 ദിവസമായി വിശ്രമമില്ലാത്ത തെരച്ചിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 16-ാം തീയതി ആയിരുന്നു ഷിരൂരിലെ NH-66 ദേശീയപാത 66 മണ്ണിടിച്ചിൽ ഉണ്ടായത്. ആ ഘട്ടത്തിൽ തെരച്ചിൽ നടത്തുകയും പിന്നീട് അത് അവസാനിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അർജുനെ കാണാനില്ല എന്ന് കേരളത്തിൽ നിന്നുള്ള ഒരു കുടുംബം പറഞ്ഞ പശ്ചാത്തലത്തിൽ ആയിരുന്നു കൂടുതൽ വേഗത്തിൽ തെരച്ചിൽ പുനരാരംഭിച്ചത്. ബൈജു